അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. നമുക്ക് വൈകാരികത ആളുകൾ ഭയങ്കര വൈകാരികമാകുന്ന ചില സന്ദർഭങ്ങൾക്ക് നമ്മളൊക്കെ സാക്ഷികളായിട്ടുണ്ടായിരിക്കും. അത് പലപ്പോഴും ദീനിൻ്റെ കാര്യങ്ങളിലാണ് അത് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് വസ്തുത. ദീനിൻ്റെ കാര്യത്തിലുള്ള നമ്മുടെ ബന്ധങ്ങൾ, അതിലുള്ള വേർപാടുകൾ, അതിലുള്ള പുനഃസംഗമങ്ങൾ അതൊക്കെ ഭയങ്കര ആസ്വാദകരമായ ഒരു കാര്യമാണ്. സത്യത്തിൽ ദീനി സ്ഥാപനങ്ങളെ, പള്ളികളെ, അതല്ലെങ്കിൽ ദീനിൻ്റെ പ്രഭാഷണങ്ങളും പ്രസംഗങ്ങളും നമുക്ക് പറഞ്ഞു തരുന്ന ആളുകളെ, ദീൻ നമുക്ക് പഠിപ്പിച്ചു തന്ന ഗുരുനാഥന്മാരെ, നമ്മൾ ദീന് പഠിച്ച മദ്രസകളെ, ഇങ്ങനെയുള്ള ഇതിനോടൊക്കെ നമുക്കൊരു വൈകാരികമായ ഒരു സ്നേഹപരമായ ഒരു ബന്ധം നമുക്കുണ്ടാകും. കാരണം എന്താ വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ അതൊക്കെ നമുക്ക് ഭയങ്കരമായ ഒരു അനുഗ്രഹമായി, ഭയങ്കരമായ ഒരു വെളിച്ചമായിട്ട് നമുക്കത് അനുഭവപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത. നമുക്കതുകൊണ്ട് അത്രമാത്രം ആസ്വാദനവും സന്തോഷവും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിനെ തന്നെ താങ്ങി നിർത്തുന്നതും നമ്മുടെ മനസ്സമാധാനം നിലനിർത്തുന്നതും നമുക്ക് ആശ്വാസവും സന്തോഷവും പകരുന്നതുമെല്ലാം ഈ ദീനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെന്നുള്ളതുകൊണ്ട് തന്നെ ഇതിനോടൊക്കെ നമുക്കൊരു സ്നേഹം ഉണ്ടായിരിക്കും. ഒരു അനുഭവം പറയാനാണ് സത്യത്തിൽ ഇങ്ങനെ ഒരു മുഖവുര പറഞ്ഞത്. ഈ ഒരു അടുത്ത ദിവസം നമ്മുടെ പീസ് റേഡിയോ സന്ദർശിക്കാൻ വേണ്ടി വളരെ പ്രായമായ ഒരാൾ, സത്യത്തിൽ അദ്ദേഹത്തിന് ഭയങ്കര ആത്മവിശ്വാസമുണ്ട് ഒറ്റയ്ക്ക് യാത്ര ചെയ്യാനെങ്കിലും അദ്ദേഹത്തെ കാണുമ്പോൾ അദ്ദേഹം അങ്ങനെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ പാടില്ലല്ലോ എന്ന് നമുക്ക് തോന്നിപ്പോകാവുന്ന രൂപത്തിലുള്ള ചില പ്രയാസങ്ങൾ അദ്ദേഹത്തിന് നടക്കാനും ബസ് കയറി പോകാനൊക്കെ ഉണ്ട്. പക്ഷെ എങ്കിൽ പോലും അദ്ദേഹം എന്താണ്, വളരെ ഒരു ദൂരെ നിന്നും അദ്ദേഹം എന്താണ് നമ്മുടെ പീസ് റേഡിയോ കാണുന്നതിന് വേണ്ടി അദ്ദേഹം വന്നിരിക്കുകയാണ്. ഒരു അറിയിപ്പോ അന്വേഷണങ്ങളോ ഒന്നും ഉണ്ടായി വന്നതല്ല, തികച്ചും യാദൃച്ഛികമായ ഒരു വരവാണ് അദ്ദേഹം വന്നിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം വന്നു. പല പ്രയാസങ്ങളും ആരോഗ്യപരമായി അദ്ദേഹത്തിനുള്ളത് അപ്പോൾ തന്നെ നമുക്ക് അനുഭവത്തിൽ കാണാൻ പറ്റും. പക്ഷേ ആ ഒരു വികാരം ഭയങ്കരമാണ്. യാദൃച്ഛികമായി അദ്ദേഹത്തെ കാണാനും പിന്നെ പരിചയപ്പെടാനുള്ള അവസരം കിട്ടിയപ്പോൾ ആ പരിചയപ്പെടലിൽ അദ്ദേഹം കാണിക്കുന്ന ആ ഒരു സ്നേഹവും വളരെ വൈകാരികമായിട്ടുള്ള ഒരു സ്നേഹമാണ്. വളരെ ഹൃദയസ്പർശിയായി തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു ഗിഫ്റ്റ് എന്നുള്ള നിലക്ക് കിട്ടിയിട്ടുള്ള ഒരു സാമ്പത്തികമായിട്ടുള്ള അദ്ദേഹത്തിന് കിട്ടിയ ഒരു തുക, അദ്ദേഹത്തിന് ജീവിതത്തിൽ കിട്ടിയ നല്ല ഒരു തുക, വിലപ്പെട്ടൊരു തുക, അദ്ദേഹം അത് ഒന്നും അതിൽ നിന്ന് എടുക്കാതെ അത് പൂർണ്ണമായി റേഡിയോക്ക് സംഭാവനയായിട്ട് അദ്ദേഹം നൽകുകയാണ്. അള്ളാഹു അദ്ദേഹത്തിന് പൂർണ്ണമായ പ്രതിഫലം നൽകുമാറാവട്ടെ, ആരോഗ്യത്തോടുള്ള ആയുസ്സും പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ. അപ്പോൾ സത്യത്തിൽ ആ ഒരു റേഡിയോ, പീസ് റേഡിയോയുടെ സ്ഥാപനത്തെ കാണുമ്പോഴുള്ള ആ വികാരം, അതിൻ്റെ ആളുകളെ കാണുമ്പോഴുള്ള ആ സ്നേഹപ്രകടനങ്ങൾ, അതേപോലത്തെ അദ്ദേഹത്തിൻ്റെ വിലപ്പെട്ട സമ്പാദ്യം അതിനുവേണ്ടി കൊടുക്കാനുള്ള മാനസികമായ സന്നദ്ധത, ഈ ഇത്രയും പ്രായമായ ജീവിതാവസ്ഥയിലും അദ്ദേഹത്തിന് നിർഭയത്വത്തോടുകൂടെ യാത്ര ചെയ്യുവാനുള്ള ആ ധൈര്യം ഒക്കെയാണ്. അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങളിങ്ങനെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ, നമ്മൾ ഒറ്റയ്ക്കല്ലല്ലോ, അള്ളാഹു നമ്മുടെ കൂടെ ഇല്ലേ എന്ന ഒരു ആത്മവിശ്വാസത്തിൻ്റെ ചോദ്യമാണ് അദ്ദേഹം തിരിച്ച് ചോദിച്ചത്. അപ്പോൾ തീർച്ചയായും ഇത്തരത്തിലുള്ള സംഗതി കാണുമ്പോൾ നമുക്ക് തന്നെ ഇപ്പോൾ റേഡിയോവുമായി ബന്ധപ്പെട്ട ആളുകളെന്ന നിലക്ക് അതിന് കിട്ടുന്ന സംഭാവനകളും അതിന് കിട്ടുന്ന സാമ്പത്തിക കാര്യങ്ങളൊക്കെ ചെലവഴിക്കുമ്പോൾ എത്രമാത്രം സൂക്ഷ്മത പാലിക്കണം എന്നതിനുള്ള ഒരു ഉത്ബോധനം കൂടെ സത്യത്തിൽ അദ്ദേഹത്തിൻ്റെ ആ സംഭാവനയിലും അദ്ദേഹത്തിൻ്റെ ആ വരവിലും എല്ലാം ഉണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. തീർച്ചയായും ഇതുപോലെ റേഡിയോയെ സ്നേഹിക്കുന്ന ധാരാളം ആളുകളുണ്ട്. കാരണം അവരുടെയൊക്കെ ജീവിതത്തിൽ അതിന് അത്രമാത്രം വെളിച്ചമാവാൻ കഴിയുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ചും എന്താണെന്നറിയാലോ, വീട്ടിലൊറ്റയ്ക്ക് ഇരിക്കുന്ന ഒരാളെ അയാൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകൾ സന്ദർശിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു മാനസികമായിട്ടുള്ള ഒരു സന്തോഷമുണ്ടല്ലോ, എന്ന പോലെ എന്നോ കാണാൻ ആഗ്രഹിച്ച ഒരു വ്യക്തിയെ കണ്ടുമുട്ടിയതുപോലുള്ള ആഹ്ലാദം റേഡിയോയിലുണ്ടാവാൻ കാരണം ഏകാന്തമായി ഒറ്റയ്ക്ക് ജീവിക്കുന്ന എത്രയോ ആളുകൾക്ക് ഒരു തുണയായി, രാവും പകലും ഒരു തുണയായി, തങ്ങളോട് ഇങ്ങനെ സംസാരിച്ച് ആശ്വസിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കൂട്ടുകാരനായി, ഒരു സ്നേഹിതനായി, ഒരു ഗുരുനാഥനായി പലർക്കും റേഡിയോ അനുഭവപ്പെടുന്നത് കൊണ്ടായിരിക്കണം അത്രയും ഒരു വൈകാരികമായ ഹൃദയബന്ധം ആളുകൾ റേഡിയോയോട് കാണിക്കുന്നത് എന്നാണ് തോന്നുന്നത്. തീർച്ചയായും ഈ നന്മകളെയെല്ലാം അള്ളാഹു പൂർണ്ണ പ്രതിഫലത്തോടെ കബൂൽ ചെയ്യുമാറാവട്ടെ.